അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്നിതാ ഒരു പുതിയ കഥയുമായി നാം ഒത്തുകൂടുകയാണ്. അതെ, നാട്ടിൻപുറത്തെ അഷ്റഫിൻ്റെയും സുമയ്യയുടെയും കഥ. നാട്ടിൻപുറം പ്രണയം. അഷ്റഫ് എന്ന ചെറുപ്പക്കാരൻ ഒരു വയലേലക്കരികിലെ ചായക്കടക്കാരനാണ്. ഇഞ്ചിയുടെ മണമുള്ള ചായയും ആരെയും ആകർഷിക്കുന്ന ചിരിയുമായി അയാൾ അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഓടിയൊളിച്ചെത്തിയതായിരുന്നു സുമയ്യ. അവളുടെ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞു നിന്നിരുന്നു. എല്ലാ ദിവസവും അവൾ അഷ്റഫിന്റെ കടയിലെത്തി മൗനമായി ചായ കുടിച്ചു മടങ്ങി. ഒരു ദിവസം സുമയ്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചായക്കപ്പിലേക്ക് വീണപ്പോൾ അഷ്റഫ് അവളുടെ ദുഃഖം മനസ്സിലാക്കി. സുമയ്യ തന്റെ നഗരജീവിതത്തിലെ ദുരിതങ്ങൾ പങ്കുവച്ചു. അഷ്റഫിന്റെ ആത്മാർത്ഥമായ സ്നേഹം സുമയ്യയുടെ മനസ്സിനെ പതിയെ മാറ്റിയെടുത്തു. അവരുടെ സൗഹൃദം ആഴമുള്ള പ്രണയമായി മാറി. ഒരു മഴയുള്ള വൈകുന്നേരം അഷ്റഫ് സുമയ്യയോട് പറഞ്ഞു, "നമുക്ക് ഈ ഗ്രാമത്തിൽ പുതിയൊരു ജീവിതം തുടങ്ങാം." അവന്റെ വാക്കുകളിൽ സമാധാനവും പ്രതീക്ഷയും നിറഞ്ഞിരുന്നു. സുമയ്യ ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവർ ഒരുമിച്ച് ആ നാട്ടിൻപുറത്ത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തു. ജീവിതം. അഷ്റഫിന്റെ ചായക്കട ഇപ്പോൾ വെറുമൊരു ചായക്കടയായിരുന്നില്ല. അതവരുടെ സ്വപ്നങ്ങളുടെ ലോകമായിരുന്നു. സുമയ്യയും അഷ്റഫിനെ സഹായിക്കാൻ തുടങ്ങി. അവൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ തേടി ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്നു തുടങ്ങി. പട്ടണത്തിലെ ജീവിതം നൽകിയ കലയും കൈവിരുതും അവൾ ഗ്രാമത്തിന് പരിചയപ്പെടുത്തി. എല്ലാവർക്കും അവൾ ഒരുപോലെ പ്രിയങ്കരിയായി. അഷ്റഫിന്റെ ചിരിക്ക് ഇപ്പോൾ സുമയ്യയുടെ സ്നേഹത്തിന്റെ മധുരം കൂടി വന്നു. പുഴയുടെ കരയിലിരുന്ന് അവർ പരസ്പരം കഥകൾ പറഞ്ഞ് ചിരിച്ചു. തങ്ങളുടെ പഴയ ദുരിതങ്ങളും സ്വപ്നങ്ങളും അവർ പരസ്പരം പങ്കുവച്ചു. സുമയ്യയുടെ മനസ്സ് സ്വതന്ത്രമായി പറന്നു. അഷ്റഫിന്റെ സ്നേഹം അതിന് ചിറകുകളായി. ഒരു ദിവസം അവർ ആ സന്തോഷവാർത്ത എല്ലാവരുമായി പങ്കുവച്ചു. അവർ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു. ആ വാർത്ത ഗ്രാമത്തിൽ വലിയ സന്തോഷമുണ്ടാക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഗ്രാമത്തിലേക്ക് ഒരു പുതിയ ജീവൻ വരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിനായുള്ള കാത്തിരിപ്പിലായി എല്ലാവരും. അങ്ങനെ ഒരു മഴയുള്ള ദിവസം ഒരു പെൺകുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. അവർ അവൾക്ക് നില എന്ന് പേരിട്ടു. നിലാവിന്റെ വരവോടെ അഷ്റഫിന്റെയും സുമയ്യയുടെയും ജീവിതം പൂർണ്ണമായി. അവരുടെ ചായക്കടയിലെ ഓരോ ഗ്ലാസ് ചായക്കും അവരുടെ പാതയോരങ്ങളിലെ ഓരോ ചുവടുവെപ്പിനും ആഴമേറിയ ഒരർത്ഥം കൈവന്നു. സുമയ്യ തന്റെ ജീവിതം തിരിച്ചുപിടിച്ചത് അഷ്റഫിന്റെ സ്നേഹത്തിലൂടെയും ആ ഗ്രാമത്തിന്റെ നന്മയിലൂടെയുമാണ്. ആ ഗ്രാമം നൽകിയ സ്നേഹത്തിന് നന്ദിയായി അവർ തങ്ങളുടെ കുഞ്ഞിന് ആ ഗ്രാമത്തിലെ വയലേലകളിലെയും പുഴയിലെയും സൗന്ദര്യം പകർന്നു നൽകി. ആ പഴയ ചായക്കടയിൽ നിന്ന് അവരുടെ ജീവിതം ഒരു പുതിയ ലോകം തീർത്തു. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ലോകം. ചായക്കടയുടെ ഒരു ഭാഗം സുമയ്യ ചെറിയൊരു പുസ്തകശാലയാക്കി മാറ്റി. അവിടെ പഴയ പത്രങ്ങളും ആനുകാലികങ്ങളും കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും ലഭ്യമാക്കി. ദിവസവും വൈകുന്നേരം കുട്ടികൾ കഥകൾ കേൾക്കാനും പുതിയ പുസ്തകങ്ങൾ വായിക്കാനും അവിടേക്ക് വന്നു. കുട്ടികൾക്കായി അവൾ ചെറിയ കഥകൾ പറഞ്ഞുകൊടുത്തു. പുതിയ അതിഥി. വർഷങ്ങൾക്കിപ്പുറം അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു സന്തോഷം കടന്നുവന്നു. സുമയ്യ ഗർഭിണിയാണ് എന്ന വാർത്ത കേട്ട് നാട്ടുകാർ മുഴുവൻ സന്തോഷിച്ചു. ഗ്രാമത്തിലെ എല്ലാവരും അവരെ സ്വന്തം വീട്ടുകാരെ പോലെ സ്നേഹിച്ചു. സുമയ്യയുടെ ഗർഭകാലത്ത് അഷ്റഫ് അവൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. നില വളർന്നു. അവൾ അച്ഛന്റെ ചിരിയും അമ്മയുടെ സൗന്ദര്യവും ഒരുപോലെ നേടി. അവൾ കളിച്ചു വളർന്നത് വയലേലകളിലും പുഴയുടെ തീരത്തുമാണ്. അച്ഛൻ അവളെ ചായക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ അവളെ കഥകൾ പറഞ്ഞ് പഠിപ്പിച്ചു. നില തന്റെ മാതാപിതാക്കളെ പോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി. ഒരു ദിവസം പട്ടണത്തിൽ നിന്ന് ഒരു പഴയ സുഹൃത്ത് സുമയ്യയെ കാണാൻ വന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചപ്പോൾ സുമയ്യ ചിരിച്ചു. അവൾ തന്റെ വിഷമങ്ങളെല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. പട്ടണം നൽകിയ വേദനകളെക്കാൾ വലുതായിരുന്നു ഈ ഗ്രാമം നൽകിയ സന്തോഷം. സുമയ്യ തന്റെ ജീവിതം തിരിച്ചുപിടിച്ചത് അഷ്റഫിന്റെ സ്നേഹത്തിലൂടെയും ആ ഗ്രാമത്തിന്റെ നന്മയിലൂടെയുമാണ്. ചായക്കടയുടെ പുകയിലും അഷ്റഫ്, ചിരിയിലും നഗരം മറന്നോരാ. ഓർമ്മകൾ വന്നല്ലോ ഓരോ ചായത്തുള്ളിയിൽ, പ്രണയത്തിൻ മധുരം ഓരോ പുലരി. പുതിയൊരു ജീവിതം വന്നു സുമയ്യക്ക്, ഇന്നെന്നും ഓർക്കാൻ ഇതാ വരുന്നേ. എൻ്റെ ദുഃഖങ്ങളെ മഴയായി തകിഴുവാൻ വന്നു കനിയായി നീ നാരി. നിന്റെ കൈകളിലെൻ കൈകൾ ചേർത്തപ്പോൾ ഞാൻ എൻ്റെ ലോകം
വീണ്ടും കണ്ടു. നിലാവിൻ്റെ വരവിൽ നമ്മൾ പൂർണ്ണമായി ഒരു പുതിയ ജീവൻ എൻ അഷ്റഫ്. നിലാവിൻ്റെ വരവിൽ നമ്മൾ പൂർണ്ണമായി പുതിയൊരു ജീവിതം എൻ സുമയ്യ. ഓർമ്മകളിലെ കാലം ഒരു കനലായി മാഞ്ഞു. ഈ ഗ്രാമത്തിൻ കാറ്റിൽ എൻ ചിരിയും. ഓർമ്മകളൊന്നായി നഗരം ഒരു കനലായി. ഈ ഗ്രാമത്തിൻ കാറ്റിൽ എൻ ചിരി വിടർന്നു. പാതയോരത്തെ ചായക്കടയിലും സുമയ്യ അഷ്റഫ് സ്വപ്നങ്ങൾ നെയ്തു. സുമയ്യയും അഷ്റഫും അവരുടെ മകളായ നിലാവുമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവർ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് ചിന്തിച്ചു. ചായക്കടയുടെ വിജയം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകി. ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകൾക്ക് വരുമാനം നേടാൻ അവരെ സഹായിക്കണം എന്ന് സുമയ്യ ആഗ്രഹിച്ചു. അങ്ങനെ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ചെറിയ പലഹാരങ്ങൾ ഉണ്ടാക്കാനും വിൽക്കാനുമുള്ള പരിശീലനം നൽകാൻ തുടങ്ങി. അഷ്റഫ് അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി. ചായക്കടയുടെ അടുത്ത് ഒരു ചെറിയ കെട്ടിടം പണിത് അവിടെ അവർ ഒരു ചെറിയ തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങി. ഇത് ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും സന്തോഷം കൊണ്ടുവന്നു. ഗ്രാമത്തിന്റെ വളർച്ച. വർഷങ്ങൾ കടന്നുപോയി. നില വളർന്നു. അവൾ നഗരത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അവൾ ഗ്രാമത്തിൽ നിന്നും പോകുമ്പോൾ അഷ്റഫിന്റെയും സുമയ്യയുടെയും കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അവർക്ക് അവളിൽ അഭിമാനം തോന്നി. നില പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയപ്പോൾ അവൾ തന്റെ അച്ഛന്റെയും അമ്മയുടെയും ജോലി കൂടുതൽ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. അവൾ തന്റെ അറിവ് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. കൂടാതെ അവ ഓൺലൈനായി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അഷ്റഫും സുമയ്യയും തുടങ്ങിവെച്ച ചെറിയ ചായക്കട ഇപ്പോൾ ഒരു വലിയ സംരംഭമായി മാറി. അത് ഒരുപാട് പേർക്ക് ജോലി നൽകി. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചു. അഷ്റഫിന്റെയും സുമയ്യയുടെയും കഥ ഒരു ചെറിയ പ്രണയകഥയിൽ നിന്ന് തുടങ്ങി വലിയൊരു വിജയഗാഥയായി മാറി. അവരുടെ ജീവിതം സ്നേഹത്തിന്റെയും പരിശ്രമത്തിന്റെയും ഒരു ഉത്തമ ഉദാഹരണമായി തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ ചായ നൽകുന്നതിലെ സ്നേഹവും അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലെ കരുതലും അവൾക്ക് പാഠങ്ങളായി. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞ കഥകളിലും അച്ഛൻ വാങ്ങിക്കൊടുത്ത പുസ്തകങ്ങളിലും അവളൊരു ലോകം കണ്ടെത്തി. അറിവിനോടുള്ള അവളുടെ ദാഹം വലുതായിരുന്നു. അഷ്റഫിന്റെയും സുമയ്യയുടെയും കഠിനാധ്വാനം നിലായുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കപ്പെട്ടു. പഠനം കഴിഞ്ഞ് നഗരത്തിൽ നിന്ന് നില തിരിച്ചെത്തിയത് ആ ഗ്രാമത്തിലേക്ക് ഒരു ഡോക്ടറായിട്ടാണ്. തന്റെ നാട്ടിലെ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് അവൾ മനസ്സിലാക്കി. അച്ഛന്റെയും അമ്മയുടെയും കഠിനാധ്വാനം കണ്ടുവളർന്ന അവൾക്ക് സ്വന്തം നാടിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. നിലായുടെ തിരിച്ചുവരവ് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും വലിയ സന്തോഷമായി. അഷ്റഫ് തന്റെ ചായക്കടയുടെ ഒരു ഭാഗം മാറ്റിവെച്ച് മകൾക്കു വേണ്ടി ഒരു ചെറിയ ക്ലിനിക്ക് ഒരുക്കിക്കൊടുത്തു. സുമയ്യയും നാട്ടുകാരും അവളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി. ആ ചെറിയ ക്ലിനിക്ക് ഒരു ഡോക്ടറുടെ മുറിയേക്കാൾ കൂടുതൽ സ്നേഹവും കരുതലുമുള്ള ഒരിടമായി മാറി. ദിവസവും രാവിലെ ചായക്കടയിലേക്ക് വരുന്നവർ ചികിത്സ തേടി നിലായുടെ അടുത്തെത്തി. ചെറിയ പനിയായാലും വലിയ അസുഖങ്ങളായാലും നില അവരെ വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും പരിചരിച്ചു. അവൾ രോഗികളെ പരിശോധിച്ചു. അവർക്ക് മരുന്നുകൾ നൽകി. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തി. നില വെറുമൊരു ഡോക്ടറായിരുന്നില്ല. അവൾ ആ ഗ്രാമത്തിന്റെ സ്വന്തം മകളായിരുന്നു. അഷ്റഫിന്റെയും സുമയ്യയുടെയും കഠിനാധ്വാനവും സ്നേഹവുമാണ് നിലായെ ഒരു ഡോക്ടറാക്കി മാറ്റിയത്. അവരുടെ ജീവിതം ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് തുടങ്ങി ഒരു ഗ്രാമത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന ഒരു ഡോക്ടർ ക്ലിനിക്കായി മാറി. അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ പൂർണ്ണമായി. നില എന്ന ഡോക്ടർ ആ ഗ്രാമത്തിനൊരു പുതിയ പ്രതീക്ഷയായി. അവളുടെ ശരീരം വല്ലാതെ തളർന്നു. ക്ഷീണിതയായി അവൾ കട്ടിലിൽ കിടന്നു. അഷ്റഫിനും നിലക്കും അത് കണ്ടപ്പോൾ വലിയ വിഷമമായി. നില തന്റെ അമ്മയെ പരിശോധിച്ചു. അവളുടെ കണ്ണുകളിൽ പതിവില്ലാത്തൊരു ഭയം നിറഞ്ഞു. പനി കൂടിക്കൊണ്ടിരുന്നു. നില ഒരു ഡോക്ടറാണെങ്കിലും സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ അവൾക്ക് ഭയം തോന്നി. അവൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ നില അമ്മയെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അഷ്റഫ് സുമയ്യയെ താങ്ങിപ്പിടിച്ച് അവരെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ സുമയ്യയെ പരിശോധിച്ചു. രോഗം ഗുരുതരമാണ് എന്നവർ പറഞ്ഞു. അഷ്റഫ് സങ്കടത്തിലായി. ഡോക്ടർ നില, മകൾ നില. ആശുപത്രിയിൽ നില ഒരു ഡോക്ടറായിട്ടല്ല, ഒരു മകളായിട്ടാണ് നിന്നത്. അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകളും സ്നേഹവും അവൾ ഓർത്തു. തന്റെ ജീവിതം അവർക്ക് തിരികെ നൽകാൻ അവൾ ആഗ്രഹിച്ചു. ഡോക്ടർമാരുമായി സംസാരിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നില നൽകി. അവളുടെ എല്ലാ ധൈര്യവും ആത്മവിശ്വാസവും അമ്മയുടെ ചികിത്സക്കായി അവൾ ഉപയോഗിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സുമയ്യ പതിയെ ആരോഗ്യം വീണ്ടെടുത്തു. അവളുടെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അഷ്റഫിന്റെയും നിലായുടെയും നിറഞ്ഞ കണ്ണുകളാണ്.
അവൾ അവരെ നോക്കി ചിരിച്ചു. അവർ അവളെ ചേർത്തുപിടിച്ചു. സുമയ്യയും അഷ്റഫും നിലായും വീണ്ടും ആ ഗ്രാമത്തിലേക്ക് മടങ്ങി. ക്ഷിതമായ ദുരന്തം. സുമയ്യയുടെ അസുഖം ഭേദമായപ്പോൾ അഷ്റഫിനും നിലക്കും വലിയ ആശ്വാസമായി. ജീവിതം പഴയതുപോലെ സന്തോഷത്തിലേക്ക് മടങ്ങിയെത്തി. അഷ്റഫ് പതിവ് പോലെ തന്റെ ചായക്കടയിലേക്ക് രാവിലെ പുറപ്പെട്ടു. തന്റെ ചായയുടെ രുചിയറിയാൻ കാത്തുനിന്ന കുറെ ആളുകൾ കടയുടെ മുന്നിലുണ്ടായിരുന്നു. പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ട് ഗ്രാമം മുഴുവൻ ഞെട്ടി. ഒരു ബൈക്ക് അനിയന്ത്രിതമായി അഷ്റഫിന്റെ സൈക്കിളിൽ വന്നിടിച്ചു. അഷ്റഫ് റോഡിലേക്ക് തെറിച്ചു വീണു. ആളുകൾ ഓടിക്കൂടി. അഷ്റഫിന്റെ ശരീരം വേദന കൊണ്ട് പുളഞ്ഞു. ഒരു കാൽ ഒടിഞ്ഞതുപോലെ തോന്നി. തലയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് സുമയ്യയും നിലയും ഓടിയെത്തി. അഷ്റഫിന്റെ അവസ്ഥ കണ്ട് സുമയ്യ കരഞ്ഞു. അച്ഛനെ താങ്ങിപ്പിടിച്ച് നില വേഗം തന്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. മകളുടെ കരുതൽ. നിലയുടെ ഡോക്ടർ എന്ന നിലയിലുള്ള കഴിവ് വീണ്ടും പരീക്ഷിക്കപ്പെട്ടു. നില അഷ്റഫിനെ പരിശോധിച്ചു. കാലിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അവൾ അച്ഛനെ തലയിൽ നിന്ന് രക്തം തുടച്ചു നീക്കി മുറിവുകൾ വൃത്തിയാക്കി മരുന്നുവെച്ചു. ആ സമയത്ത് അവൾ ഒരു മകളായിരുന്നില്ല, ഒരു ഡോക്ടറായിരുന്നു. അഷ്റഫിന് മെച്ചപ്പെട്ട ചികിത്സ ആവശ്യമായതുകൊണ്ട് നില അച്ഛനെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് അഷ്റഫിന് ശസ്ത്രക്രിയ നടത്തി. ദിവസങ്ങൾ നീണ്ട ആശുപത്രിവാസത്തിനു ശേഷം അഷ്റഫ് പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. അഷ്റഫ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ചായക്കട അടഞ്ഞുകിടക്കുകയായിരുന്നു. സുമയ്യയ്ക്ക് സങ്കടമായി. അസ്തമിച്ച സൂര്യൻ ചുവപ്പിൽ നിന്നേ ചായക്കടവാതിൽ അടഞ്ഞു നിന്നേ. തളർന്നു വന്നു അഷ്റഫും വന്നല്ലോ. നാളെ എന്ന സ്വപ്നം വേറും പാഴായി. സുമയ്യയുതന്നോട് വിരലുകളാൽ ഓരോ വേദനയിലും തലോടും നീ. നിലാവിൻ കൈകളന്ന് മുറിവ് സ്നേഹം ഉണക്കി എന്നുമെന്നു പറഞ്ഞിടുന്നു. ഒരുമയുടെ നൂലിൽ മൂന്നു ഹൃദയം ചേർന്നു കൈവിട്ടല്ലോ ആ സ്വപ്നങ്ങൾ. തൻ്റെ സ്വപ്നങ്ങൾക്കായി പുതിയ ചിറകും വച്ച് കൊണ്ടതാ അഷ്റഫന്നേ. നില അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അവൾക്ക് നിറങ്ങളെ ഒരുപാടിഷ്ടമായിരുന്നു. ഒരു ചിത്രം വരയ്ക്കാനിരുന്നാൽ അവൾ ആകാശത്തിന് ചുവപ്പ് നിറം നൽകും, പുഴയ്ക്ക് പച്ചയും. അച്ഛാ, അമ്മേ, ലോകം മുഴുവൻ നിറങ്ങളാണുള്ളത്, അവൾ പറയും. അവളുടെ വാക്കുകൾ കേട്ട് അഷ്റഫും സുമയ്യയും ചിരിക്കും. നിലയുടെ വരവിനു ശേഷമാണ് അവരുടെ ലോകം കൂടുതൽ സുന്ദരമായത്. അവൾക്ക് എപ്പോഴും ചിരിയായിരുന്നു. അസുഖങ്ങൾ അവളെ തളർത്താൻ ശ്രമിച്ചപ്പോഴും ആ ചിരിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷേ ആ ചിരിക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒടുവിൽ ഇലയെന്ന അസുരം അവളെ കൊണ്ടുപോയപ്പോൾ അവരുടെ ലോകം തകർന്നു. അവരുടെ നിറങ്ങൾ നിറഞ്ഞ ജീവിതം വെള്ളയും കറുപ്പുമായി മാറി. വർഷങ്ങൾ കഴിഞ്ഞു. അഷ്റഫും സുമയ്യയും പരസ്പരം താങ്ങും തണലുമായി ജീവിച്ചു. അവരുടെ ദുഃഖം അവരെ കൂടുതൽ അടുപ്പിച്ചു. നിലയുടെ ഓർമ്മകളിൽ അവർ തനിച്ചായിരുന്നില്ല. ഒരു ദിവസം അഷ്റഫ് നിലയുടെ മുറി വൃത്തിയാക്കുമ്പോൾ ഒരു പുസ്തകം അവന്റെ കണ്ണിൽപ്പെട്ടു. അഷ്റഫിനും സുമയ്യക്കും അവരുടെ പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ പതിയെ വന്നു തുടങ്ങിയിരുന്നു. സുമയ്യക്ക് മറവിരോഗം, ഡിമെൻഷ്യ പിടിപെട്ടു. അവൾക്ക് പതിയെ ആളുകളെയും കാര്യങ്ങളെയും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും അവൾ നിലയെയും അഷ്റഫിനെയും പോലും തിരിച്ചറിയാതെയായി. അഷ്റഫിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമുണ്ടായിരുന്നു. മകളുടെ വേർപാട് നൽകിയ ദുഃഖവും പിന്നീട് നിലയെ തിരിച്ചുകിട്ടിയ സന്തോഷവും അവന്റെ ശരീരത്തെ വല്ലാതെ തളർത്തിയിരുന്നു. ഈ സമയത്ത് നിലയാണ് അവരുടെ രക്ഷകയായി മാറിയത്. അവൾ ഒരു ഡോക്ടറായിട്ടാണ് തിരികെ വന്നത്. അവൾ തന്റെ മാതാപിതാക്കളെ ചികിത്സിക്കാൻ തുടങ്ങി. അച്ഛാ, അമ്മേ, നിങ്ങൾ എന്നെ ഒരുപാട് കാലം നോക്കി. ഇനി നിങ്ങളെ നോക്കേണ്ടത് എന്റെ കടമയാണ്, അവൾ പറഞ്ഞു. അഷ്റഫിന്റെയും സുമയ്യയുടെയും അസുഖങ്ങൾ ചികിത്സിക്കാൻ അവൾ പുതിയ വഴികൾ തേടി. സുമയ്യയെ അവൾ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ വരച്ച ചിത്രങ്ങളും അവർക്കൊരുമിച്ചിഷ്ടപ്പെട്ട പാട്ടുകളും അവൾ സുമയ്യയെ കാണിച്ചു കൊടുത്തു. അഷ്റഫിന് അവൾ പുതിയ ചികിത്സകൾ നൽകി. നിലയുടെ സ്നേഹവും പരിചരണവും കാരണം അഷ്റഫിന്റെയും സുമയ്യയുടെയും ആരോഗ്യം മെച്ചപ്പെട്ടു. സുമയ്യക്ക് ഓർമ്മകൾ പൂർണ്ണമായി തിരികെ ലഭിച്ചില്ലെങ്കിലും അവൾക്ക് നിലയെയും അഷ്റഫിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞു. പഴയ പാട്ടുകൾ കേട്ടപ്പോൾ അവൾ ചിരിച്ചു. പഴയ ചിത്രങ്ങൾ കണ്ടപ്പോൾ അവൾ സന്തോഷിച്ചു. അഷ്റഫിനും സുമയ്യക്കും തങ്ങളുടെ മകൾ ഒരു ഡോക്ടറായി തിരികെ വന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി തോന്നി. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ അവരെ കാണാൻ വന്നു. അവന്റെ പേര് അർജുൻ, നിലയുടെ സഹപ്രവർത്തകനാണ്. നില അവനെ അഷ്റഫിനും സുമയ്യക്കും പരിചയപ്പെടുത്തി. ഇതാണ് അർജുൻ, എന്റെ നല്ലൊരു സുഹൃത്താണ്.
നില പറഞ്ഞു. അർജുൻ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ നിലയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിലയുടെ മാതാപിതാക്കളെ അവൻ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം അവൻ നിലയോടൊപ്പം അവരെ കാണാൻ വരും. അവരോടൊപ്പം സംസാരിക്കാനും ചിരിക്കാനും അവൻ സമയം കണ്ടെത്തി. അർജുന്റെ സ്നേഹം കണ്ടപ്പോൾ അഷ്റഫിനും സുമയ്യക്കും അവനോട് പ്രത്യേക വാത്സല്യം തോന്നി. ഒരു ദിവസം അർജുൻ നിലയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. നില, നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മാതാപിതാക്കളെ നോക്കേണ്ടത് എന്റെയും കടമയാണ്, അവൻ പറഞ്ഞു. നിലയ്ക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. അവൾ അർജുനോട് തന്റെ മാതാപിതാക്കളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അഷ്റഫിന്റെയും സുമയ്യയുടെയും സന്തോഷമടക്കാനായില്ല. മോളെ, നിനക്ക് സന്തോഷം നൽകുന്ന എന്തിനേയും ഞങ്ങൾ പിന്തുണയ്ക്കും, അവർ പറഞ്ഞു. നിലയും അർജുനും തമ്മിലുള്ള വിവാഹം ആ കുടുംബത്തിൽ പുതിയ സന്തോഷം കൊണ്ടുവന്നു. അഷ്റഫിനും സുമയ്യക്കും ഒരു മകനെ കൂടി കിട്ടിയതുപോലെ തോന്നി. അവർക്ക് നഷ്ടപ്പെട്ട നിറങ്ങൾ ഷാഫിയുടെ വരവോടെ പൂർണ്ണമായി തിരികെ ലഭിച്ചു. ഒരു ദിവസം അർജുൻ അഷ്റഫിന്റെയും സുമയ്യയുടെയും അടുത്തുവന്നു. അവന്റെ കണ്ണുകളിൽ വലിയൊരു ആദരവും സ്നേഹവുമുണ്ടായിരുന്നു. അങ്കിൾ, ആന്റി, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ എന്റെ സ്വന്തം അച്ഛനമ്മമാരെ പോലെയാണ് കാണുന്നത്. നിങ്ങൾ നിലയെ എത്രമാത്രം സ്നേഹിച്ചുവെന്നെനിക്കറിയാം. ആ സ്നേഹം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അഷ്റഫും സുമയ്യയും അത് കേട്ട് അത്ഭുതപ്പെട്ടു. എന്റെ പേര് അർജുൻ എന്നതിൽ നിന്ന് ഷാഫി എന്നാക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. ഇത് നിങ്ങളോടുള്ള എന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്, അർജുൻ പറഞ്ഞു. അഷ്റഫിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അർജുനെ കെട്ടിപ്പിടിച്ചു. മോനെ, പേരെന്തായാലും നീ ഞങ്ങളുടെ മകനാണ്. നിന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്, അഷ്റഫ് പറഞ്ഞു. സുമയ്യയും സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഇരുട്ട് പൂർണ്ണമായി മാഞ്ഞുപോയതുപോലെ തോന്നി. അവരുടെ കുടുംബം കൂടുതൽ ദൃഢമായി. അഷ്റഫിനും സുമയ്യക്കും നിലയും ഷാഫിയും അവരുടെ സന്തോഷവും പ്രതീക്ഷയുമായി മാറി.